ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് റവ കേസരി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒരു ഗോൾഡൻ കളറാവുന്ന വരെ റോസ്റ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. ലെഫ്റ്റ് ഓവർ വരുന്ന ആ ഒരു നെയ്യിൽ തന്നെ ഒരു കപ്പ് റവ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കുക. ആ ഒരു കപ്പാണ് നമ്മുടെ അളവ് പാത്രം. ആ ഒരു കപ്പിലാണ് നമ്മൾ എല്ലാതും ചെയ്യുന്നത്. ഒന്ന് റോസ്റ്റായി വന്നാൽ അത് മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം എടുത്ത് നല്ല രീതിക്കൊന്ന് തിളക്കാൻ വെക്കുക. ആ ഒരു തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് കളറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതിനുശേഷം ആ ഒരു വെള്ളത്തോട്ട് കുറച്ച് നമ്മുടെ റവ ഇട്ട് നല്ല രീതിക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഈ റവയിലോട്ട് കുറച്ച് പഞ്ചസാര അല്പാൽപ്പായി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിക്കൊന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് 2 ടീസ്പൂൺ നെയ്യും നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്താൽ കേസരി റെഡിയാണ്. ഇനി ചൂടോടെ തന്നെ നല്ല ഒരു ഷേപ്പുള്ള പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് തണുക്കാൻ വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.